രക്തച്ചൊരിച്ചിൽ നടത്തി ഗാസ പിടിച്ചടക്കാൻ ശ്രമം നടത്തുന്ന ഇസ്രയേൽ ഫലസ്തീന്റെ ഏറ്റവും വലിയ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. ഇസ്രയേൽ ഭരിക്കുന്ന തീവ്ര വലതുപക്ഷത്തെ പല മന്ത്രിമാരും വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഇതോടെ UAE അടക്കം അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ മുസ്ലിം നേതാക്കളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ വെസ്റ്റ് ബാങ്ക് ഏറ്റെടുക്കൽ പദ്ധതിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നതായും റിപ്പോർട്ടുകൾ വരികയാണ്. ഇതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അറബ് രാഷ്ട്രങ്ങളായ ഖത്തർ, UAE, ജോർദാൻ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുസ്ലിം നേതാക്കളുമായിട്ടായിരുന്നു ട്രംപിന്റെ കൂടിക്കാഴ്ച. UN പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയ അറബ് തലവന്മാരോട് മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇതിനായി 21 സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതായാണ് അറിവ്. ട്രംപിന്റെ 21 നിർദ്ദേശ തത്വങ്ങളിൽ എന്തെങ്കിലും നിർണായക ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പറഞ്ഞു. ഈ യോഗത്തിലാണ് ട്രംപ് തന്റെ ഉറപ്പ് അറബ് രാഷ്ട്ര തലവന്മാർക്ക് നൽകിയത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഒരിക്കലും ഇസ്രയേലിനെ അനുവദിക്കില്ല എന്നാണ് ട്രംപ് അറബ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയത്. പക്ഷേ ഗാസ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ ഗാസയിൽ നിന്ന് പിന്മാറ്റുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ട്രംപ് മുസ്ലിം നേതാക്കൾക്ക് നൽകിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതേസമയം വെസ്റ്റ് ബാങ്ക് ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്നാക്കം പോകുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലി വിദേശകാര്യമന്ത്രി ജിഡിയോ സാറാണ് വെസ്റ്റ് ബാങ്കിൽ അധീശത്വം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്നാക്കം പോകുന്നതായി പറഞ്ഞത്. അത്തരമൊരു ചർച്ച പോലും ഇസ്രായേലി മന്ത്രിസഭയിൽ നടന്നിട്ടില്ല എന്നും കാരണം പലസ്തീനികളെ നിയന്ത്രണത്തിലാക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ജിഡിയോ സാർ പറഞ്ഞത്. ഇക്കാര്യം ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ തങ്ങൾക്ക് അധിക സമയം വേണ്ട എന്നുകൂടി ജിഡിയോ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തീവ്ര വലതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള നെതന്യാഹു മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കും വെസ്റ്റ് ബാങ്ക് കൈയടക്കലിനോട് അനുകൂല മനോഭാവമായിരുന്നുവെന്നും ഇതിനിടയിൽ നിന്നാണ് ഈ വേറിട്ട ശബ്ദം വന്നത് എന്നും കാണാതെ പോകരുത്. തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിർ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജൂദിയയിലും സമരിയയിലും ഉടനടി പരമാധികാരം പ്രയോഗിക്കണമെന്നും പലസ്തീൻ അതോറിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടണമെന്നും ബെൻ ഗിർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റ് 2 മന്ത്രിമാരും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിയിൽ നിന്നുള്ള ഗതാഗത മന്ത്രി മിറി റെഗേവ് പിടിച്ചെടുക്കലിനായി ആഹ്വാനം ചെയ്തു. ജൂദിയയിലും സമരിയയിലും പരമാധികാരം പ്രയോഗിക്കണമെന്ന് സാമ്പത്തിക മന്ത്രി നിർ ബർക്കത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വാർത്തകൾക്കിടയിൽ സമാധാനം നഷ്ടപ്പെട്ട മുസ്ലിം നേതാക്കളെ സമാധാനിപ്പിക്കുന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അതേസമയം വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായോ ഭാഗികമായോ പിടിച്ചെടുത്താൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം കുറച്ചേക്കുമെന്ന സൂചന UAEയും ഇസ്രയേലിന് നൽകിയിട്ടുണ്ട്. ദുബായ് എയർ ഷോയിൽ നിന്ന് ഇസ്രയേൽ കമ്പനികളെ വിലക്കിയത് ഇതിന്റെ ആദ്യപടിയാണെന്നും വിവരമുണ്ട്. 2020 സെപ്റ്റംബറിൽ UAEയും ഇസ്രയേലുമായി ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട അബ്രഹാം അക്കോർഡിൽ നിന്ന് പിന്നാക്കം പോകുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. ഇതും നിലപാട് മാറ്റത്തിന് കാരണമായിട്ടുണ്ടാകാം. അബ്രഹാം അക്കോർഡിന്റെ ഭാഗമായി 4 വർഷത്തേക്ക് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ല എന്നായിരുന്നു നെതന്യാഹു വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ആ സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ചില ഇസ്രായേലി മന്ത്രിമാർ ഇതിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുക്കാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അന്തർദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നെതന്യാഹുവിന്റെ ഈ നടപടിയെന്നാണ് സൂചന. എന്നാൽ ഐക്യരാഷ്ട്രസഭയും മിക്ക രാജ്യങ്ങളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതേസമയം ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് UAE പരിഗണിക്കുന്നില്ല എന്നും സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെസ്റ്റ് ബാങ്കിന്റെ ഏത് കൂട്ടിച്ചേർക്കലും ഗൾഫ് രാജ്യങ്ങൾക്ക് റെഡ് ലൈൻ ആയിരിക്കുമെന്നും തീരുമാനവുമായി മുന്നോട്ടു പോയാൽ സ്ഥാനപതിയെ പിൻവലിക്കുന്നത് പരിഗണനയിലാണ് എന്നും സഹമന്ത്രി ലാന നുസേബയും പറഞ്ഞിട്ടുണ്ട്. ഗാസ മുൻപും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു ശക്തമാക്കുന്നതിനിടെയാണ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല എന്ന ട്രംപിന്റെ ഉറപ്പ് ഇസ്ലാം രാഷ്ട്രങ്ങൾക്ക് ലഭിക്കുന്നത്. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കുമെന്നും പലസ്തീൻ മേഖലയെ റിസോർട്ട് ടൗണാക്കി മാറ്റുമെന്നും ട്രംപ് മുൻപ് പറഞ്ഞതാണ്. മുസ്ലിം നേതാക്കളുമായി നടത്തിയ യോഗത്തിൽ അവതരിപ്പിച്ച 21 നിർദ്ദേശം ഇസ്രയേലിന്റെ ആശങ്കകളെയും മേഖലയിലെ എല്ലാ അയൽ രാജ്യങ്ങളുടെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്യുന്നുവെന്ന് കരുതുന്നുവെന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത്. അതേസമയം ഗാസയ്ക്ക് മേൽ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്.
ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് ശേഷവും വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് തുടരുമെന്ന് നെതന്യാഹു നിലപാടെടുത്തിട്ടുണ്ട്.